Hi guys, welcome back to a new video. In this video, we are going to a story written by Vaikkom Muhammed Basheer. Vaikkom Muhammed Basheer എഴുതിയ 10th സ്റ്റാൻഡേർഡിലെ The Snake and the Mirror എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Before going to the story, let us read the introduction. Basheer, the Sultan of Stories, is a true lover of nature. He highlights the blend of all creatures and nature in his stories. The stories evoke humor and sarcasm on the follies of man. Here is such a story. Read and enjoy. As we all know, Vaikkom Muhammed Basheer was a true lover of nature. പ്രകൃതിയെ അത്രമാത്രം സ്നേഹിച്ച ഒരു എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ നമുക്ക് പ്രകൃതിയും മനുഷ്യനും വിവിധ ജീവജാലങ്ങളും തമ്മിലുള്ള അവയുടെ പരസ്പര സ്നേഹവും ബന്ധവും ഒക്കെ ഒരുപാട് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിസ് സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം അഗൈൻസ്റ്റ് ദ ഫോളീസ് ഓഫ് മാൻ. മനുഷ്യന്റെ പൊള്ളത്തരങ്ങൾക്കും കാപട്യങ്ങൾക്കുമെതിരെ ഒരുപാട് തമാശ നിറഞ്ഞ കഥകൾ, ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ സ്നേക്ക് ആൻഡ് ദ മിറർ. Now let's go to the story. Has a snake ever coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. Basheer starts this story by asking a question. Has a snake ever coiled around any part of your body? A full-blooded cobra. And the question came from a homeopath. So who is the main character of the story? Yeah, it's a homeopath. ഒരു homeopath ആണ് ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. What's a homeopath or who is a homeopath? A homeopath is someone who treats diseases with homeopathic medicines. Homeopathic medicines കൊടുത്തുകൊണ്ട് അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ എന്ത് പറയാ? Homeopath. So that homeopath asks, has a snake ever coiled around any part of your body? A full-blooded cobra. നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു കോബ്ര പറഞ്ഞാൽ ഒരു മൂർഖൻ പാമ്പ് കോയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. A full-blooded cobra. Full-blooded means ഉഗ്രവിഷമുള്ള, venomous snake. ഉഗ്രവിഷമുള്ള ഒരു കോബ്ര നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ ചോദിച്ചു. All of us fell silent. ഞങ്ങളെല്ലാവരും ഇത് കേട്ടപ്പോൾ എന്തായിപ്പോയി? നിശബ്ദരായിപ്പോയി. And the topic came when we were discussing snakes. ഞങ്ങൾ പാമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കുമ്പോഴാണ് ഹോമിയോ ഡോക്ടർ ഈ ചോദ്യം ചോദിക്കുന്നത്. ആൻഡ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഡോക്ടർ ആ കഥയുമായി മുന്നോട്ട് പോയി. സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി സീ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സിറ്റിംഗ് ആൻഡ് ദേ ആർ ഡിസ്കസിംഗ് അബൌട്ട് സ്നേക്സ്. ഒരുപാട് പേര് ചേർന്നിരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? അവർ പാമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ആ സമയത്ത് ഒരു ഹോമിയോ ഡോക്ടർ ചോദിക്കുകയാണെന്ത്? നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര, ഉഗ്രവിഷമുള്ള കോബ്ര കോയിൽ ചെയ്തിട്ടുണ്ടോ, ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തായിപ്പോയി? സൈലന്റ് ആയിപ്പോയി, ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പം അവർ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ് ഈ കഥ. ഹോമിയോപത്ത് തന്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above. As I opened the door, the sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. And homeopath says that it was a hot summer night. I had my meal at the restaurant and I returned to my home. അതൊരു നല്ല ചൂടേറിയ സമ്മർ രാത്രിയായിരുന്നു. ഞാൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് എൻ്റെ റൂമിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. And I heard a noise from the above. And the sound was a familiar one. One could say that I and the rats shared the room. അങ്ങനെ ഞാൻ റൂമിലെത്തിയ സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കാനിടയായി. That was a familiar sound. എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമായിരുന്നു അത്. And one could say that rats and I shared the room. ആർക്കും പറയാൻ സാധിക്കും ഞാനും കുറച്ച് റാറ്റ്സും കുറച്ച് എലികളുമാണ് ആ റൂം ഷെയർ ചെയ്തിരുന്നത്. അതായത് അദ്ദേഹം താമസിക്കുന്ന റൂം അത്ര വൃത്തിയുള്ള നീറ്റായ റൂമായിരുന്നില്ല. അവിടെ എലികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു വാടക ബിൽഡിംഗ് ആയിരുന്നു അത്. ഇറ്റ് വാസ് എ റെന്റഡ് ഹൗസ്. I took out my box of matches and lighted the kerosene lamp on the table. ഞാൻ മാച്ച് ബോക്സിൽ നിന്നും തീപ്പെട്ടി എടുത്ത് അത് കത്തിച്ച് ടേബിളിന്റെ മേലെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അവിടെ വെക്കുന്നു. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had almost 60 rupees in my suitcase. Along with some shirts and dhotis,
I also possessed one solitary black coat, which I was then wearing. The house was not electrified. It was a small rented room. ആ വീട് ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല, വൈദ്യുതീകരിച്ചിരുന്നില്ല. And it was a small rented room. വളരെ ചെറിയൊരു വാടക റൂമായിരുന്നു അത്. And he says, I had just set up my medical practice and my earnings were meager. ഞാൻ ആ സമയത്ത് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ്, ഒരു ഡോക്ടറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. And my earnings were meager. എൻ്റെ വരുമാനം എന്തായിരുന്നു? Meager means തുച്ഛമായിരുന്നു. വളരെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് വളരെ ചെറിയൊരു ഇലക്ട്രിഫൈഡ് അല്ലാത്ത ഒരു വാടക റൂമിലായിരുന്നു. I had about 60 rupees in my suitcase along with some shirts and dhotis. എൻ്റെ സൂട്ട് കേസിനകത്ത് ഒരു 60 രൂപയാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ കുറച്ച് ഷർട്ടുകളും മുണ്ടുകളും കൂടെ ഉണ്ടായിരുന്നു. I also possessed one solitary black coat which I was then wearing. ആ സമയത്ത് ഞാനൊരു ബ്ലാക്ക് കോട്ട് ധരിച്ചിരുന്നു. അതുമായിരുന്നു എൻ്റെ സമ്പാദ്യം. എന്ന് വെച്ചാൽ ഒരു ഹോമിയോപ്പത്തിന്റെ സൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് ആകെ 60 രൂപയും കുറച്ച് ഷർട്ടും ധോത്തീസും കൂടാതെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടും മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. He was a poor doctor. I took out my black coat, white shirt and not so white vest and hung them. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down but I could not sleep. I got up and went out to the veranda for a little air. But the wind god seemed to have taken time off. Now the homeopath is inside the room. Now he took off his black coat, white shirt and not so white vest and hung them up. Homeopath താൻ ധരിച്ചിരുന്ന ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട്, നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ഇതൊക്കെ അഴിക്കുകയാണ്. ബ്ലാക്ക് കളറിലെ കോട്ട് അഴിക്കുന്നു. അതിനുശേഷം ഉള്ളിൽ ധരിച്ചിരുന്ന വൈറ്റ് ഷർട്ടും അതിനുള്ളിൽ ധരിച്ചിരുന്ന നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അധികം വൈറ്റ് അല്ലാത്ത വെസ്റ്റ് മീൻസ് ഇന്നർ ബനിയനുമെല്ലാം അഴിച്ചിട്ട് അദ്ദേഹം തൂക്കിയിടുന്നു റൂമിൽ. Then he says, I opened the 2 windows in the room. അദ്ദേഹം റൂമിലുണ്ടായിരുന്ന 2 ജനലുകളും തുറന്നിടുന്നു. കാരണം ഇറ്റ് ഈസ് സമ്മർ നൈറ്റ് ആൻഡ് ദ റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. സമ്മർ മാസത്തെ ഒരു രാത്രി സമയമാണ്. അതുപോലെ റൂം ഇലക്ട്രിഫൈഡ് അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. സോ നല്ല ചൂടേറിയ സമയമാണ്. അതുകൊണ്ട് അദ്ദേഹം 2 ജനലുകളും തുറന്നിടുന്നു. ആൻഡ് ഇറ്റ് വാസ് an outer room with one wall facing the open yard. അദ്ദേഹത്തിന്റെ റൂം പുറത്തോട്ടുള്ള ഒരു റൂമായിരുന്നു. ഒരു ചുമര് ഫേസ് ചെയ്യുന്നത് ഒരു ഓപ്പൺ യാർഡിനെയാണ്, ഒരു മുറ്റത്തെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു റൂമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആൻഡ് ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റ് ഓൺ ദ ബീം ഓഫ് ദ വാൾ. ചുമരിന് മുകളിലായിട്ടുള്ള ബീമിന്റെ മേലെ ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ് പറഞ്ഞാൽ ത്രികോണാകൃതിയിൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഗാബിൾസ്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഗാബിൾസ്. ഇത്തരത്തിലുള്ള ഗാബിൾസിന് മുകളിൽ ടൈൽഡ് റൂഫ്, ഓടിട്ട് മേഞ്ഞ ഒരു വീടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. The room had no ceiling and there was regular traffic of rats to and from the beam. ആ റൂമിൽ റൂഫ് ഉണ്ടായിരുന്നില്ല, മീൻസ് കിടന്നു കഴിഞ്ഞാൽ നേരെ ടൈലാണ് കാണുക. ആൻഡ് there was regular traffic of rats to and from the beam. ബീമിന് മുകളിലൂടെ എപ്പോഴും എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. Then homeopath says, I made my bed and pulled close to the wall. I lay down to sleep but I could not sleep. അങ്ങനെ ബെഡൊക്കെ ശരിയാക്കി ചുമരിനടുത്തോട്ട് വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷെ എനിക്ക് ഉറക്കം വന്നിരുന്നില്ല. I got up and went for little air to the veranda but the wind god had taken time off. ഇങ്ങനെ ഉറക്കം വരാത്തത് കാരണം നല്ല ചൂടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വരാന്തയിലേക്ക് പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല? കാറ്റ് കിട്ടുന്നില്ല. And he comically says the wind god have taken time off. അദ്ദേഹം തമാശയിൽ വേണ പറയുന്നു, ആ സമയം വായുദേവൻ കാറ്റടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കാറ്റൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്നു. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. The homeopath went to the room from the veranda as there was no wind. അവിടെ കാറ്റൊന്നും ഇല്ലാത്തത് കാരണം വരാന്തയിൽ നിന്നും ഹോമിയോപാത്ത് എന്ത് ചെയ്തു? തന്റെ റൂമിലോട്ട് പോകുന്നു. And he sat down on a chair. റൂമിലെത്തി അദ്ദേഹം അവിടെ ഒരു ചെയറിന് മേലെ ഇരിക്കുന്നു. He opened a box and he took out the book Materia Medica. അദ്ദേഹം താഴെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് തുറക്കുന്നു. അതിനകത്ത് നിന്നും Materia Medica എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബുക്ക് എടുക്കുന്നു. Then he says, I opened it at the table on which stood the lamp and a large mirror. അദ്ദേഹം ആ മേശപ്പുറത്ത് ആ പുസ്തകം തുറന്നു വെക്കുന്നു. ആ മേശപ്പുറത്ത് തന്നെ
അദ്ദേഹം കത്തിച്ചു വെച്ചിരുന്ന ലാമ്പും അതുപോലെ വലിയൊരു മിററും, ഒരു ലാർജ് മിററും ഉണ്ടായിരുന്നു. ആൻഡ് എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. ആ മിററിന്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു കോംബ്, മുടി ചീക്കുന്ന ഒരു കുഞ്ഞു ചീർപ്പും ആ മിററിന് തൊട്ടടുത്തുണ്ടായിരുന്നു. One feels tempted to look into a mirror when it's near. I took a look. In those days I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. Then homeopath says, one feels tempted to look into a mirror when it's near. ഒരു കണ്ണാടി തൊട്ടടുത്തുണ്ടാവുകയാണെങ്കിൽ അതിനകത്തേക്ക് നോക്കാനുള്ള ടെംപ്ടേഷൻ ആർക്കാരും തോന്നുന്നു പറയാണ്. ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി ഇൻ ദോസ് ഡേയ്സ്. കൂടാതെ അദ്ദേഹം ആ നാളുകളിൽ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. സൗന്ദര്യത്തെ ഉപാസിക്കുന്ന, സൗന്ദര്യത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ ആ നാളുകളിൽ എന്ന് ഹോമിയോപത്ത് പറയാണ്. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. എന്നെ തന്നെ സ്വയം ഹാൻസം ആയിട്ട് കാണപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഐ വാസ് അൺമാരീഡ് ആൻഡ് ഐ വാസ് എ ഡോക്ടർ. സോ ഐ ഫെൽറ്റ് I had to make my presence felt everywhere. ഞാനൊരു ഡോക്ടറായിരുന്നു, കൂടാതെ ഞാൻ അവിവാഹിതനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോകുമ്പോഴും ആളുകൾ എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ പ്രസൻസ് ആളുകൾക്ക് ഫീൽ ചെയ്യണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എപ്പോഴും ഹാൻസം ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. I picked up the comb and ran it through my hair and adjusted my parting so that it looked straight and neat. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? He took the comb and ran through his hair. അദ്ദേഹം ആ കുഞ്ഞി കോമ്പ് എടുത്തിട്ട് തന്റെ മുടിയിലൂടെ മുടി വാർന്നു വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ പാർട്ടിങ് മീൻസ് ആ ഹെയറിന്റെ പാർട്ടിങ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ദെൻ ഇറ്റ് വിൽ ലുക്ക് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും നിൽക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ മുടി നന്നായിട്ട് വാർന്ന് ഒതുക്കി വെക്കുന്നു. Then he says, I heard that sound from above again. അങ്ങനെ മുകളിൽ നിന്നും വീണ്ടും ആ ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was after all a bachelor and a doctor. Then homeopath says he had a close look at the mirror. അദ്ദേഹം മിററിൽ വളരെ ക്ലോസ് ആയിട്ട്, വളരെ അടുത്ത് എന്നിട്ട് തന്റെ ഫേസ് നോക്കുന്നു. And he took an important decision. അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നു. What was that? I would shave daily and grow a thin mustache to look more handsome. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം? ഹി വുഡ് ഷേവ് ഡെയിലി. അദ്ദേഹം ദിവസവും ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ്. വളരെ കട്ടി കുറഞ്ഞ ഒരു മസ്റ്റാഷ്, ഒരു മീശ അദ്ദേഹം വളർത്തും. ടു ലുക്ക് മോർ ഹാൻസം. കൂടുതൽ സുന്ദരനായി കാണപ്പെടാൻ വേണ്ടി അദ്ദേഹം ദിവസവും ഷേവ് ചെയ്യും. കൂടാതെ ഹി വുഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ്. അദ്ദേഹം ചെറിയൊരു കട്ടി കുറഞ്ഞൊരു മീശയും വെക്കും എന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. And he says, after all, I was a bachelor and a doctor. ഞാൻ എന്തായാലും ഒരു ബാച്ചിലറായ, അവിവാഹിതനായ ഒരു യുവ ഡോക്ടർ അല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ സുന്ദരനായി കാണപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor, two on top of it. When homeopath says, I looked into the mirror and smiled. അതിനുശേഷം അദ്ദേഹം ഡെയിലി ഷേവ് ചെയ്യാം, ഒരു കട്ടി കുറഞ്ഞ മീശ വളർത്താം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ he looked into the mirror and smiled. അദ്ദേഹം വീണ്ടും കണ്ണാടി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. And that was an attractive smile. അത് വളരെ ആകർഷണമുള്ള ഒരു സ്മൈലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. Then he says, I made an earth-shaking decision. I would keep that attractive smile on my face to look more handsome. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടാമത്തെ തീരുമാനം, that was earth-shaking decision. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്. What was that? I would keep that attractive smile on my face. ഞാൻ എൻ്റെ മുഖത്ത് ആ പുഞ്ചിരി എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യും, എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമായിരിക്കും എനിക്കെന്ന് അദ്ദേഹം തീരുമാനം എടുക്കുന്നു. To look more handsome. എന്തിനു വേണ്ടിയായിരുന്നു ആ തീരുമാനം എടുത്തത്? ചിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സേഷനാണ്, നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ. സോ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു പുഞ്ചിരി തന്റെ മുഖത്ത് കീപ്പ് ചെയ്യും. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ആളുകൾ കാണുക എന്നുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും എർഷേക്കിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ വാസ് ദ ഇമ്പോർട്ടന്റ് ഡിസിഷൻ. വാട്ട് വാസ് ദാറ്റ്? ഹി വുഡ് ഷേവ് ഡെയിലി ആൻഡ് വിൽ കീപ് എ തിൻ മസ്റ്റാഷ് എന്നതായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിൽ, സെക്കൻഡ് എർഷേക്കിംഗ് ഡിസിഷൻ വാസ് he would keep an attractive smile on his face. അദ്ദേഹത്തിന്റെ മുഖത്ത്
എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരിക്കും എന്നുള്ള രണ്ടാമത്തെ എയർ ഷേക്കിംഗ് ആയിട്ടുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു. ഹി വാസ് എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഇതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം അവിവാഹിതനായ ഒരു ഡോക്ടർ ആയിരുന്നു. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. മുകളിൽ നിന്നും ആ ശബ്ദം വീണ്ടും അദ്ദേഹം കേൾക്കാനിടയാവുന്നു. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. Then the homeopath got up, lit a beedi and paced up and down the room. And അദ്ദേഹം താൻ ഇരുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റ് ഒരു ബീഡി എത്തിച്ചുകൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a very good medical practice. Then homeopath says another lovely thought struck him. അദ്ദേഹത്തിന് മറ്റൊരു lovely thought അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് വരുന്നു. What was that? I would marry. I would get married to a woman doctor who had plenty of money. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. എങ്ങനത്തെ ആളാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ഡോക്ടർ ആയിരിക്കണം. ഷീ ഷുഡ് ബി റിച്ച്. നല്ല പണക്കാരിയായിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം. ആൻഡ് ഷീ ഷുഡ് ഹാവ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അവൾക്ക് നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വളരെ പണക്കാരിയായ ഡോക്ടറായിട്ടുള്ള നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു. ആൻഡ് ഹി സേസ് ഷീ ഷുഡ് ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. ഇത് മാത്രം പോരാ. പെൺകുട്ടി ഒരു ഡോക്ടറായാൽ പോരാ, പണക്കാരിയായാൽ പോരാ, നല്ല മെഡിക്കൽ പ്രാക്ടീസിലുള്ള ആളായാൽ മാത്രം പോരാ. ഷീ ഷുഡ് ബി ഫാറ്റ്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നല്ല തടിയുള്ള പെൺകുട്ടി ആയിരിക്കണം. വൈ? ബിക്കോസ് ഇഫ് ഹി ഡു സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് ഹി നീഡഡ് ടു റൺ അവേ ഫ്രം ഹർ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം ആൻഡ് ക്യാച്ച് ഹിം. ഹോമിയോപാത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിക്കുകയാണെങ്കിൽ പെൺകുട്ടി അദ്ദേഹത്തിന്റെ പുറകെ ഓടി അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി സാധിക്കരുത്. അതുകൊണ്ട് പെൺകുട്ടി എന്തായിരിക്കണം? നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം താൻ വിവാഹം കഴിക്കാൻ പോകുന്നയാള് എന്നും ഹോമിയോപാത്ത് ആഗ്രഹിക്കുന്നു.